മെറീന ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നപ്പം വേറൊരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൗഡായിട്ട് അവര് കൊട്ടി അടിച്ചു എന്നുള്ളത്. ആ ഇൻസിഡന്റ് എന്തായിരുന്നു? അത് ഫീമെയിൽ തന്നെയായിരുന്നു. ആണോ? അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഐ കാൻ കോൾ ഹർ സൂപ്പർ സ്റ്റാർ. ഷീ ജസ്റ്റ് ആൻ അപ്കമിങ് സ്റ്റാർ. അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായപ്പോ എനിക്കിതാ പ്രശ്നം, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മെറീനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ആ ഡോർ അടച്ചത്, അതോ? ഞാൻ മാത്രമേ വണ്ടിയിൽ ഉണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും അത് സങ്കടമായി. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, അപ്പൊ അതൊന്നും പറയാമോ? എന്താ ഇൻസിഡന്റ്? ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പം ഒരു 100 മീറ്റേഴ്സ് അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ. വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞ്. അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയപ്പം അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷീ ഫെൽറ്റ് അപ്സെറ്റ്. അപ്പൊ എനിക്കത് മനസ്സിലായി. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി. ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ഫ്രം എ മെയിൽ. അപ്പം ഈ കാര്യം എന്താ വെച്ചാല്, ഞാനപ്പോ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ 100 മീറ്റേഴ്സ് ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലിരുന്നു. ലെറ്റ് ഷീ കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഫ്രണ്ടിൽ ആളിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഫോണിൽ കളിക്കും. അപ്പൊ നമുക്ക് ഒരാൾ ഡോർ തുറക്കുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ ആളുടെ ക്യാരവാന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത്. ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാതിലടച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വെച്ച്, ദൈവമേ, ഇന്നലെ ഫ്രണ്ടിലിരുന്നായിരുന്നല്ലോ പ്രശ്നം, ഇന്നിപ്പോ എന്താ പ്രശ്നം എന്ന്. അപ്പൊ അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു അടുത്ത വണ്ടി വിട്ടോളാൻ. അപ്പൊ ക്യാരമലിന് ചേട്ടൻ അപ്സെറ്റായി, ആൾക്ക് സങ്കടമായി. ആളെൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. ആള് പറഞ്ഞു എന്തായാലും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ ഒരു വിഷമം പോലെ പറഞ്ഞു. അപ്പൊ എന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും നമ്മള് കൊണ്ടാക്കി തിരിച്ചു വന്ന് ആളെ പിക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ലേറ്റ് ആവും. അവിടെ ഒരു വലിയ ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സും അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫും നമ്മൾ മാനിക്കണം. ഞങ്ങൾ നടന്നു പോയിക്കോളാം എന്നുകൊണ്ട് ഞങ്ങൾ നടന്നുപോയി. സാർ അവിടെ ഇരിക്കുകയായിരുന്നു. സാർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് വെച്ച്, എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ ഇത്ര നേരം, അതിന് ഫുൾ ക്രൂ വെയിറ്റ് ചെയ്യുക. ഞാൻ സാർ എനിക്ക് ഇപ്പം പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഷോട്ട് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് എക്സ്പീരിയൻസ് ഉണ്ടായത്, വിച്ച് ഇസ് ഫ്രം എ ഫീമെയിൽ, വിച്ച് ഐ ഫെൽറ്റ് ബാഡ്. എനിക്ക് സങ്കടമായി. ബിക്കോസ് സങ്കടം ആസൻ എന്തിനാ അങ്ങനെ ചെയ്യണേ. അപ്പൊ അത് നിങ്ങളിപ്പോ ഒരുമിച്ച് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ഒരു സീൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിനയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സീനിനോ അത് ബാധിക്കും? ഞങ്ങളെ കണ്ട സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നും, അത്ര സ്നേഹമാണ്. എന്നിട്ട് അവര് ഇതിൽ വരുമ്പോ അവര് വളരെ അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. അതെ അതെ അതെ. അതൊരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അവര് ജീവിതത്തിലും ഇതിലും റീലിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചി, കൺസിഡറിങ് അവർ അങ്ങനെ ജീവിതത്തിലും സിനിമയിലും അഭിനയിക്കാന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വിച്ചിങ് ഇല്ലേ, അവർക്ക് റിയാലിറ്റി ആയിട്ട് സ്വിച്ചിങ്. ആ പേഴ്സണാലിറ്റി എത്ര ഫേക്ക് എന്നപ്പോ ഒന്ന് മനസ്സിലാക്കിയ പോരെ. അവരെവിടെയാ ജെനുവിൻ ആവാറുള്ളത്? ഞാനിപ്പോ യൂസ് ടു ആയി. കാരണം നമുക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് എനിക്ക് ശീലമായി. ഞാൻ പറയാം, എക്സ്പീരിയൻസ് ഫീമെയിൽ മെയിൽ എല്ലാം ഉണ്ട് എനിക്ക്. മെയിൽ ആയിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഫ്രണ്ടിലിരുന്നു. ഫ്രണ്ടിലുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തു, ബിക്കോസ് ഈഗോ അടിക്കണ്ടെന്ന് വെച്ചിട്ട്. ആള് വണ്ടി കയറി ഉടനെ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് നമ്മൾ കേൾക്കെ പറഞ്ഞു, എന്നാ പിന്നെ യൂണിറ്റിലെ ആൾക്കാരും കൂടെ കയറ്റായിരുന്നില്ലേ വണ്ടിയിൽ നിന്ന്. ഞങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര, ഞങ്ങൾ വിചാരിച്ചു ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കണം, യൂണിറ്റിലെ ആൾക്കാരെന്താ മോശമാണ്, ആ ചേട്ടന്മാരും പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും. എന്നിട്ട് അവിടുന്ന് തന്നെ പുള്ളി വേറെ കാറിൽ കയറിപ്പോയി. ഇതൊരു 2 ദിവസം റിപ്പീറ്റഡ്ലി പുള്ളി ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആക്ടർ ഈ സ്വഭാവം കാണിച്ച പുള്ളിയും കൂടെ ഒരു കാറിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം അടിയുണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ആരാന്നാ വിചാരിച്ചത്. ഞാൻ നന്നായി അടിയുണ്ടാക്കി. അപ്പം കാറിന്റെ ഷോട്ട് പൊക്കോണ്ടിരിക്കുക, ഫ്രണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. ഡയറക്ടർ മറീന മിണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, ഇതാണ് എന്താണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറേ പറഞ്ഞു. അപ്പോൾ ആൾക്ക് മനസ്സിലായി. ആള് പറഞ്ഞു താൻ റെഡി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ലൈക്ക് ഞാൻ റെഡി ആകുമ്പോൾ നമുക്ക് ഷോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എനിക്കന്ന് ശരിക്കും ഇൻസൾട്ടഡ് ആയിട്ടേ, ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് റിയാക്ട്. ബാക്കിയുള്ളവർ പേടിച്ചിട്ട് പറയില്ലാന്നേ. പേടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറക്ടർ പോയിട്ട് ആക്ടർ എടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ആക്ടർ പറയാം നാളെ മുതൽ ഞാൻ വരില്ല, അവളോട് സോറി പറയാൻ പറയാം, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരില്ല, നിങ്ങൾ എല്ലാവരും യൂണിറ്റുകാരെല്ലാവരും വന്നിട്ട് സോറി പറയാൻ പറഞ്ഞെങ്കിൽ ഇവര് വലഞ്ഞു. കാരണം പ്രൊഡ്യൂസർ പൈസ എത്രയും നഷ്ടാവും, ഡയറക്ടർക്കും ഈ കാല് പിടിച്ച് നടക്കണ്ടേ. അപ്പൊ എനിക്ക് പറയാനുള്ള ഞാൻ തന്നെ പറഞ്ഞു. അമർ അക്ബർ അന്തോണി, ഹാപ്പി വെഡിങ്, എബി, ചങ്സ്, വികൃതി, 21 ഗ്രാംസ്, കുറുക്കൻ, വിവേകാനന്ദൻ വൈറലാണ് എന്നിവയാണ് മെറീന മൈക്കിൾ എന്ന നടി നമുക്ക് നൽകിയ മികച്ച ചിത്രങ്ങൾ. വിനീത് ശ്രീനിവാസന്റെ നായികയായി മെറീന മൈക്കിൾ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ മെറീന മൈക്കിൾ പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. തന്റെ സുഹൃത്തായി പെരുമാറിയിരുന്ന നടി
ഒരു ഹൈപ്പ് കിട്ടിയപ്പോൾ സ്വഭാവം മാറിയതിനെക്കുറിച്ചും ആ നടി തന്നോട് മോശമായി പെരുമാറിയതിനെക്കുറിച്ചുമാണ് മെറീന മൈക്കിൾ പറയുന്നത്. തന്റെ മുന്നിൽ ഡോറ് വലിച്ചടച്ചതിനെക്കുറിച്ചുമൊക്കെ മെറീന മൈക്കിൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. ആരാണ് ആ നടിയെന്ന് കമന്റുകളിൽ നോക്കിയാൽ ഗ്രേസ് ആന്റണി എന്ന് പറയുന്നുണ്ട്. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ചകൾ നടക്കുന്നത്. അവതാരകയുടെ ചോദ്യത്തിനാണ് മറീന മൈക്കിൾ മറുപടി പറയുന്നത്. എന്താണ് ആ നടിയുമായുള്ള പ്രശ്നം? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് തന്നോട് വളരെ മോശമായ ഒരു നടി പെരുമാറിയതിനെക്കുറിച്ചും താൻ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നതിനെക്കുറിച്ചുമെല്ലാം മറീന തുറന്ന് സംസാരിക്കുന്നത്. ഓക്കെ. മെറീനയുടെ ലൈഫിൽ നേരത്തെ ഏതോ ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അതൊക്കെ ശരിക്കും ആരാണെങ്കിലും നമ്മളൊരു ബ്രേക്കപ്പിലേക്ക് വന്നു പോയുമ്പോൾ അതൊരു മെയിലോ ഫീമെയിലോ ആരാണെങ്കിലും ശരിക്കും നമ്മളൊരു ജെനുവനായിട്ട് നിന്ന റിലേഷൻ ആണെങ്കിൽ നമ്മളെ വല്ലാണ്ട് അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അതിൽ നിന്നും നമ്മൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് സൈഡിൽ നിന്ന് പറയുന്നവർക്ക് ഈസിയാണ്, പക്ഷെ അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ അത് എത്ര ഹാർഡാണ്, എത്ര ദിവസം എടുക്കും അതിൽ നിന്നും ഇതായിട്ട്. മെറീനയ്ക്ക് ആ ഒരു സിറ്റുവേഷൻ ഈ പറയുന്ന പോലെ വേറെ പലരുടെയും കഥകൾ കേട്ടൊരാളെന്നുള്ള രീതിയിൽ മെറീനയ്ക്ക് സെൽഫായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത് മെറീനയ്ക്ക് ഈസി ആയിരുന്നോ, അതോ മെറീനയും ഈ പറയുന്ന പോലെ സ്റ്റക്കായോ? ഇല്ല, ഞാൻ ഒരിക്കലും സ്റ്റക്ക് ആയിരുന്നില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഒരിക്കലും സ്റ്റക്ക് ആയിരുന്നില്ല. ഞാൻ എൻ്റെ 100% എല്ലാ റിലേഷൻഷിപ്പിലും കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് കരിയറും പേഴ്സണൽ ലൈഫും മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് വെരി ബിഗ് ടാസ്ക്. അത് അറിയായിരിക്കും, യു ഹാവ് എ ഫാമിലി അല്ലേ. അപ്പം നമ്മൾ വർക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നല്ല വർക്കുകൾ വരണം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ലൈഫ് നമ്മുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ വേണമെന്ന് വിശ്വസിക്കുന്നത്. ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ വിറ്റ ബിൽഡിംഗ് ആണ്. ഒരു ബിൽഡിംഗ് ഞാൻ കൊടുത്തൊഴിവാക്കി, വിച്ച് ഇസ് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടാവില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ പ്രോബ്ലം ആരും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. എന്റെ പ്രോബ്ലം സോൾവ്, അതങ്ങനെ പോയി. ഞാനൊരു 100% എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ലേറ്റർ ഓൺ ഒക്കെ എനിക്കത് വളരെ പോസിറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. ലൈക്ക് അത് പോയല്ലോ, അല്ലെങ്കിൽ എനിക്കതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഒരുപാട് കാലം നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത്ര ഞാൻ അങ്ങനെ സർക്കിളിലേക്ക് ആൾക്കാരെ എടുക്കാറില്ല. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഒരാഴ്ചയിൽ കൂടുതലൊന്നും അതും ഈ കരഞ്ഞു പിഴിഞ്ഞു നെവർ, അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. അത് വെരി സ്മൂത്ത് ആയിരുന്നു. ഞാൻ വളരെ ജെന്യൂൻ ആയിട്ട് പറയാണ്. എന്റെ കൂടെയുള്ള എല്ലാവർക്കും വെച്ചാൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും പറയാം ഇങ്ങനെയാണെന്നുള്ളത്. സോ മേ ബി അവർക്കും ഒരു ചിന്ത ഉണ്ടാവും ഞാൻ കുറച്ച് ടോക്സിക് ആണെന്ന്. കാരണം ഇവർക്കൊരു പ്രശ്നം ഇല്ലല്ലോ. അതെ, ഇത്ര കൂളായിട്ട് പോകുന്ന കാണുമ്പോൾ പെട്ടെന്ന് അപ്പൊ നമ്മുടെ ഭാഗത്താണോ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് ഇവൾ ഇത്ര കൂളായിട്ട് എന്നുള്ളൊരു. ലാസ്റ്റ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് വളരെ പ്രശ്നമുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഭയങ്കര ടോക്സിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അപ്കൊണ്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, ഭയങ്കര നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ എനിക്കത് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു പ്രശ്നം വരുന്നു, ആള് പോകുന്നു. വേറെ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ആള് പോയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമിലായിപ്പോയി. ബിക്കോസ് അച്ഛൻ മരിക്കുന്ന ഒരു ടൈം, അത് പിന്നെ പപ്പയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അത് ആ ടൈമിനിടയിൽ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോ നമുക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ. പിന്നെ പപ്പയ്ക്ക് ഇവിടെ വയ്യാണ്ടിരിക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്റെ ലൈഫിലില്ല. ഇങ്ങനെ പോവേ വേറെ എന്ത് വേണം ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അപ്പം. ബിക്കോസ് എന്റെ കംപ്ലീറ്റ് ഫോക്കസ് ഇവിടെ ഒരാൾ മരിക്കാൻ പോകുന്നു, അദ്ദേഹത്തിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഫോക്കസ്. പക്ഷെ ആ ടൈം അതായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ രണ്ട് രീതിയിൽ ഡീൽ ചെയ്യേണ്ടി വന്നേനെ. ശരിക്കും ബാക്ക് ടു ആഫ്റ്റർ 2 years ആളുടെ എക്സ് എന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്. ആ കുട്ടിയെ കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ചിട്ട് വിളിച്ച് സംസാരിക്കാൻ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ അവരും ബ്രേക്കപ്പ് ആയി വിച്ച് ഇസ് ലൈക്ക് കർമ്മ എന്ന് പറയില്ലേ. അപ്പൊ അത് ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ പുള്ളിക്കാരി ട്രോള് പോലെ എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് ഓഡിയോ വെച്ച് ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അവളുടെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ ഐ റിയലി വാണ്ടഡ് ടു സേ, ബട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് രസമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവണം എന്താ വെച്ചാൽ നമ്മളിത് എന്തിനാ ഇതിന്റെ പുറകെ പോയെന്ന് തോന്നുമല്ലോ. അങ്ങനെ ഒരു ഫീലിംഗ് ഇപ്പൊ എനിക്കുണ്ട്. സോ കഴിഞ്ഞ ദിവസമാണ് മറീന മൈക്കിൾ ഒരു കാർ സ്വന്തമാക്കിയത്. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശിയായ മറീന മൈക്കിൾ കുരിശിങ്കൽ കോഴിക്കോട്ടെ ടാറ്റ മോട്ടോഴ്സ് ഡീലർഷിപ്പായ റോത്താന മോട്ടോഴ്സിൽ നിന്നാണ് തൂവെള്ള നിറമുള്ള ടാറ്റ നെക്സോൺ സ്വന്തമാക്കിയത്. ഏപ്രിൽ ടാറ്റ മോട്ടോഴ്സ് പുതുതായി അവതരിപ്പിച്ച XZ+ വേരിയന്റ് ആണ് എബി എന്ന സിനിമയിലൂടെ നായികയുമായി മാറിയ മറീന മൈക്കിൾ കുരിശിങ്കൽ സ്വന്തമാക്കിയത്.
120 HP പവറും 170 Nm ടോർക്കും നിർമ്മിക്കുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും 110 HP പവറും 260 Nm ടോർക്കും നിർമ്മിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലും ടാറ്റ നെക്സോൺ ലഭ്യമാണ്. വലിയ പേരുകൊണ്ടും മികച്ച അഭിനയം കൊണ്ടും മലയാളത്തിൽ ആരാധകരെ നേടിയെടുത്ത താരമാണ് മറീന മൈക്കൽ. ചുരുണ്ട മുടിയും ക്യൂട്ട് ചിരിയുമായി അഭിനയത്തിലും മോഡലിംഗിലും തിളങ്ങുന്ന മറീന മൈക്കൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സജീവം തന്നെയാണ്. അഭിനയത്തിലും മോഡലിംഗിലുമായി മലയാളികളുടെ പ്രിയങ്കരിയാണ് മറീന. സ്റ്റൈലൻ ചിത്രങ്ങളുമായി വന്ന ആരാധകരുടെ മനം കവർന്ന നടിയുടെ പുതിയ ചിത്രങ്ങളും പതിവ് തെറ്റിച്ചിട്ടില്ല. മലയാളത്തിന് പുറമെ തമിഴിലും നടി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ താരത്തിന് ആരാധകർ കൂടുതലും കേരളത്തിലാണ്. പൂർണ്ണമായും ഒരു മോളിവുഡ് താരമാണ് മറീന മൈക്കൽ. ചെറുതും വലുതുമായി അനവധി സിനിമകൾ നടി മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. വേഷങ്ങളുടെ വലിപ്പച്ചെറുപ്പം താരത്തെ ഒരു രീതിയിലും ബാധിക്കാറില്ല. ചെറിയ വേഷങ്ങൾ അനവധി ചെയ്തു വന്ന താരം മലയാളികളുടെ മനസ്സിൽ കയറുന്നത് ഹാപ്പി വെഡിങ് എന്ന സിനിമയിലൂടെയാണ്. ചിത്രത്തിലെ സോഫിയ നടിയുടെ മികച്ച വേഷമായിരുന്നു. വെറും കൊമേഴ്സ്യൽ വേഷങ്ങളും അഭിനയ പ്രാധാന്യവുമുള്ള വേഷങ്ങളും നടി ചെയ്യാറുണ്ട്. സിനിമയോടൊപ്പം ഷോർട്ട് ഫിലിമുകളിലും നടി സജീവമാണ്. മോഡലിംഗ് ചെയ്യുന്ന നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്നാണ് ഹിറ്റാകുന്നത്. കഴിഞ്ഞ വർഷം നടി മലയാളത്തിൽ നിരവധി ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട്.